പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിപ്രഖ്യാപനത്തിനു പിന്നാലെ കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നിർദ്ദേശം ആവർത്തിക്കുകയാണ് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയിൽ പലരും അമേരിക്കക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി കാനഡ ചേർന്നാൽ നികുതി കുടിശ്ശിക ഒഴിവാക്കുകയും റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. നമ്മളൊന്നിച്ചാൽ എന്തൊരു മഹാരാജ്യമാകുമത് എന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ പരാമർശം ട്രംപ് നടത്തിയിരുന്നു. തങ്ങൾ ചുമത്തുന്ന നികുതി താങ്ങാനാകുന്നില്ലെങ്കിൽ കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഡിസംബറിൽ ഫ്ലോറിഡയിൽ നടന്ന ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു കൗതുകമുണർത്തുന്ന ഈ ആശയം ട്രംപ് പങ്കുവച്ചത്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും നിയമവിരുദ്ധമായ ലഹരിക്കടത്തും തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു കാനഡ മെക്സിക്കോ ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ജനുവരി 20-ന് പുതിയ യുഎസ് പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ആദ്യ ദിവസം തന്നെ നികുതി നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടായ മാറേലാഗോയിൽ നേരിട്ടെത്തുകയായിരുന്നു ട്രൂഡോ. അതിർത്തി പ്രശ്നങ്ങളും വ്യാപാര കുടിശ്ശികയും തീർത്തില്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ച പോലെ കാനഡയുടെ ചരക്കുകൾക്ക് വൻ നികുതി ചുമത്തുമെന്ന് ട്രംപ് കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചു. എന്നാൽ ഇത്തരമൊരു നടപടി കനേഡിയൻ സമ്പദ്ഘടനയെ സമ്പൂർണ്ണമായി തകർക്കുമെന്നും നികുതി നീക്കം ഉപേക്ഷിക്കണമെന്നും ട്രൂഡോ അപേക്ഷിച്ചു. ഇതോടെ ട്രംപ് സ്വരം മാറ്റി. $100 ബില്യൺ അമേരിക്കയിൽ നിന്ന് കൊള്ളയടിക്കാതെ താങ്കളുടെ രാജ്യത്തിന് അതിജീവിക്കാൻ കഴിയില്ലേ എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ട്രൂഡോയോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ 51ാമത്തെ സംസ്ഥാനമായി കാനഡ അമേരിക്കക്കൊപ്പം ചേരണമെന്നും ട്രൂഡോയ്ക്ക് വേണമെങ്കിൽ അവിടെ ഗവർണറാകാമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ട്രംപ്. കാനഡയിൽ നിന്ന് വൻതോതിൽ അമേരിക്കയിലേക്ക് ലഹരി വസ്തുക്കൾ ഒഴുകുന്നതായാണ് ട്രംപ് ആരോപിക്കുന്നത്. 70 രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അതിർത്തി വഴി യുഎസിലേക്ക് കടക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ഇതിനു പുറമെയാണ് അമേരിക്കയ്ക്ക് നൽകാനുള്ള $100 ബില്യൺ വരുന്ന വ്യാപാര കുടിശ്ശിക അടിയന്തരമായി അടച്ചു തീർക്കണമെന്നും ട്രംപ് കാനഡയോട് ആവശ്യപ്പെട്ടത്. കാനഡയിൽ ജനപ്രിയത ഇടയുന്നതായുള്ള റിപ്പോർട്ടുകൾക്കും ലിബറൽ പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദങ്ങൾക്കുമിടയിലാണ് ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നത്. കാനഡ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തി 1 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് രാജി. പുതിയ നേതാവിനെ പാർട്ടി തിരഞ്ഞെടുക്കുന്നതുവരെ സ്ഥാനത്ത് തുടരുമെന്ന് ട്രൂഡോ അറിയിച്ചിട്ടുണ്ട്.